ടെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ ഒരു ടോയ് ബോട്ട് ഉണ്ടാക്കാന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ഇടാം. ഇതായിട്ട് ആവശ്യമുള്ളത് ഇതേപോലെ 2 ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമുക്ക് കുറച്ച് വലിപ്പത്തിലുള്ള ഒരു തെർമോക്കോൾ എടുക്കാം. എന്നിട്ട് ഈ 2 കുപ്പിയുടെ ഈ മുകൾ ഭാഗത്തായിട്ട് കൂർത്ത് വരുന്ന വിധത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് 2 തെർമോകോൾ കഷ്ണം വേണം. അത് നമുക്ക് ഈ ആദ്യം കട്ട് ചെയ്ത തെർമോകോളിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഈ ഒരു രീതിയിൽ വെച്ച് നന്നായി ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 തെർമോകോളിൻ്റെ കഷ്ണം കൂടെ ഇവിടോട്ട് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണിച്ച പോലെ തന്നെ ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഇതേപോലെ നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കി കഴിഞ്ഞ ഒരു പേനയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഈ മഷി വരുന്ന ആ ഒരു ട്യൂബാണ് നമുക്ക് ആവശ്യം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ആവശ്യമുള്ളത് ഒരു സോഡ ക്യാൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ മോട്ടറിൽ വെക്കാനായിട്ട് ഒരു ലീഫ് ആവശ്യമുണ്ട്, അതിനിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ സർക്കിൾ വരച്ചെടുക്കാം. ഡിവൈഡർ യൂസ് ചെയ്ത് സർക്കിൾ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് പഴയ കത്രിക യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുതിയത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിച്ച പോകാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യല്, ഒരു പകുതി ഭാഗം വരുന്നവരെ ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്നിടവിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. അടുത്തായിട്ട് ഈ ഓരോ ലീഫിനെയും നമുക്ക് ഒരു വശത്തോട്ട് എല്ലാ ലീഫിനെയും ഒന്ന് വളച്ചെടുക്കാം. ഏകദേശം ഫാനിൻ്റെയൊക്കെ ആ ഒരു ലീഫ് പോലെ ഒന്ന് വളച്ചെടുക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ലീഫ് ഈ ഒരു പേനയുടെ ട്യൂബിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിനെ ആ ബോട്ടിൻ്റെ ബാക്ക് വശത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ബോട്ടിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററി ഒട്ടിച്ചു കൊടുക്കാം.
ഫ്രണ്ട്സ് നമുക്ക് അടുത്തായിട്ട് ഈ മിനി മോട്ടറിനെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഈ ലീഫ് വെള്ളത്തിൻ്റെ അടി മുങ്ങി കിടക്കുന്ന വിധത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെർമോക്കോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്നത് പോലെ തന്നെ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിനി മോട്ടർ നമുക്ക് ഇതിലോട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ബോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഈ 2 കുപ്പികളും ഈ ഒരു രീതിയിൽ നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മളെ ബോട്ടിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരു ചെറിയൊരു സ്വിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് ഈ മിനി മോട്ടറിൻ്റെ പോസിറ്റീവ് ഈ സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്കും അടുത്തായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് സ്വിച്ചിൻ്റെ മറ്റൊരു ലെഗിലേക്കും സോൾഡർ ചെയ്യാം. അടുത്തതായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവും ആ മോട്ടറിൻ്റെ നെഗറ്റീവും തമ്മിൽ നമുക്ക് ഒരുമിച്ച് സോൾഡർ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബോട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുപ്പി എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ തെർമോക്കോൾ മാത്രമാണെങ്കിൽ വെള്ളത്തിൽ ഒരു സൈഡ് കൊണ്ട് മുങ്ങാൻ ചാൻസ് ഉണ്ട്. ബാറ്ററി മോട്ടർ എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് മുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം കുപ്പി അടിയിൽ വെച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഓണാക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല പവറായിട്ട് തന്നെ ഇത് കറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.